ഈ വെയിറ്റ് കൂടുന്ന പോലെ തന്നെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് വെയിറ്റ് കുറയാന്നുള്ളത്. വെയിറ്റ് കുറയുന്നത് ചിലപ്പോ ഒക്കെ നമുക്ക് ലോ കലോറി ഫുഡ് എടുക്കുന്നതുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രശ്നമാണ് GI റിലേറ്റഡ് പ്രശ്നങ്ങൾ, ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന പ്രശ്നം, അല്ലെങ്കിൽ സീലിയാക് ഡിസീസ് ഒക്കെ. ഇതൊക്കെ നമ്മുടെ കുടലിന്റെ പ്രശ്നമാണ് കേട്ടോ. പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ ഇല്ലാതിരിക്കും, നമ്മൾ അറിയാതെ ഒരു മോഷനിലൂടെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ ചിലർക്ക് ഹോർമോണൽ റിലേറ്റഡ് പ്രശ്നം ഉണ്ടാവും, ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള പ്രശ്നം ഉണ്ടാവും. അതല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് തന്നെയുള്ള ആളുകളുണ്ടാവും. അതുപോലെ ആൻസൈറ്റി ഉണ്ടെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കൂടുതൽ ആളുകളിലും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക്, കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അതുപോലെ ക്യാൻസറസ് ഡിസീസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ വെയിറ്റ് കുറയുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെർട്ടിക്കുലർ പേഴ്സണിന് ഇതൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ട്രീറ്റ് ചെയ്യാം. അതിന് വേണ്ട തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകളും മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുക വേണ്ടത്. അതല്ലാതെ എല്ലാവരും ഒരേ രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ തടി വെക്കത്തൊന്നുമില്ല. അപ്പൊ എന്ത് കണ്ടീഷൻ ആണെന്ന് അറിഞ്ഞിട്ട് അതിനെ ഫോക്കസ് ചെയ്യുക, ആ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.